അബ്രഹാം 4000 വർഷങ്ങൾക്ക് മുമ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന നഗരങ്ങളിലൊന്നായ മെസപ്പൊട്ടോമിയയിലെ ഊർ എന്ന ഈ സ്ഥലത്താണ് അബ്രഹാം ജനിച്ചത്. ബൈബിൾ പറയുന്നതനുസരിച്ച് ജലപ്രളയം വന്നിട്ട് ഏകദേശം 100 കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞതേ ഉള്ളൂ. അബ്രഹാമിന്റെ മുതുമുത്തച്ഛനായ നോഹ ഏകദേശം മരിക്കേണ്ട സമയമായി. പലർക്കും അറിയാത്ത ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നോഹ ദൈവത്തെക്കുറിച്ച് അബ്രഹാമിനെ പഠിപ്പിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ അബ്രഹാമും കുടുംബവും മെസപ്പൊട്ടോമിയൻ വിഗ്രഹങ്ങളെയാണ് ആരാധിച്ചിരുന്നതെന്ന് ബൈബിൾ പറയുന്നു. എന്നാൽ ഒരു ദിവസം ഞെട്ടിക്കുന്ന ഒരു കാര്യം സംഭവിച്ചു. നോഹയുടെ ദൈവം അബ്രഹാമിന്റെ അടുത്ത് വിചിത്രമായൊരു കാര്യം പറഞ്ഞു. നിന്റെ മാതൃരാജ്യം വിട്ട് പുറത്തു വാ, കാരണം ഞാൻ നിനക്ക് പുതിയൊരു ദേശം തരാം, നിന്നെ ഒരു വലിയ ജാതിയാക്കാം, മാത്രമല്ല നീ കാരണം മുഴുവൻ ലോകവും അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു വിചിത്രമായൊരു വാഗ്ദാനം ദൈവം കൊടുത്തതിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. എന്നാൽ അതിനു മുമ്പ് അബ്രഹാം അടുത്തതായിട്ട് എന്താണ് ചെയ്തത് എന്ന് നോക്കാം. വിശ്വാസത്താൽ അവൻ തന്റെ കുടുംബത്തെയും കൂട്ടി യാത്ര തുടങ്ങി. ഹാരാനിൽ എത്തുന്നതുവരെ അന്ന് വ്യാപാരങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഈ ഒരു വഴിയിൽ കൂടി ചെന്ന് കാണാനാണ് സാധ്യത. കാരണം ഈ വഴിയിൽ കൂടി പോയാൽ പല സ്ഥലങ്ങളിലും റെസ്റ്റ് എടുക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഹാരാൻ എന്നത് അബ്രഹാമിന്റെ ചേട്ടന്റെ പേരാണ്. ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നതനുസരിച്ച് അബ്രഹാമിന്റെ ചേട്ടനായ ഹാരാൻ അവിടെ എത്തിയപ്പോഴേക്കും മരിച്ചുപോയി എന്നതാണ്. തന്റെ മൂത്ത മകന്റെ ഓർമ്മയ്ക്ക് വേണ്ടി അപ്പനായ തേരഹ് ആ സ്ഥലത്തിന് ഇട്ട പേരാണ് ഹാരാൻ. തേരഹ് അബ്രഹാം ജനിച്ച സമയത്ത് അവന് അബ്രാം എന്നാണ് പേരിട്ടത്. പക്ഷെ അത് എന്തുകൊണ്ട് മാറി എന്നുള്ളത് സൺഡേ സ്കൂൾ കുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. അബ്രഹാം തന്റെ അപ്പൻ മരിക്കുന്നതുവരെ അവിടെ തന്നെ താമസിച്ചു. അബ്രഹാമിന് 75 വയസ്സായതിനു ശേഷം അവനും അവന്റെ ഭാര്യയും അവന്റെ അനന്തരവനായ ലോത്തും ഹാരാനിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. ശരിക്കും വൃത്തികെട്ട ജനം താമസിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് അവർ വരുന്നത്. അവിടെ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ സംഭവിക്കുമെന്നുള്ളത് വ്യക്തിപരമായി അബ്രഹാമിന് ദൈവം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് അവർ ഷേക്കേം എന്ന ഒരു വിചിത്രമായ സ്ഥലത്ത് താമസിച്ചു. ഈ ഒരു സ്ഥലം ഒരു കനാന്യ പ്രദേശമായിരുന്നു. ഈ പ്രാദേശിക കനാന്യ നഗരത്തിൽ നിന്ന് കുഴിച്ചെടുത്ത ഈ ബലിപീഠങ്ങൾ ഒന്ന് നോക്കിക്കേ. അവരുടെ ദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ കനാന്യർ എന്തും ചെയ്യുമായിരുന്നു. വേണമെങ്കിൽ സ്വന്തം കുട്ടികളെ പോലും ബലിയർപ്പിക്കുമായിരുന്നു. ദൈവം ഒരിക്കലും അബ്രഹാമിനോട് ആരെയും ബലിയർപ്പിക്കാൻ ആവശ്യപ്പെടാത്തതുകൊണ്ട് അബ്രഹാമിന്റെ കുടുംബം തീർച്ചയായിട്ടും സന്തോഷിക്കണം. ദൈവത്തിന് ഈ വൃത്തികെട്ട ആചാരം ഭയങ്കര വെറുപ്പായിരുന്നു, അല്ലെ? പക്ഷേ കുറച്ചു കഴിഞ്ഞ് ദൈവം അബ്രഹാമിനോട് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഈ കാര്യം ചെയ്യാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്നുള്ളത് കുറച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. എന്നാൽ അതിനു മുമ്പ് അവൻ ബഥാനിയിലേക്ക് പോയി താമസിച്ചു. അവിടെ പോയി അധികകാലം ആകുന്നതിന് മുമ്പ് തന്നെ അവിടെ ക്ഷാമം ഉണ്ടായി. അത് കാരണം അവർക്ക് ഈജിപ്തിലേക്ക് പോകുക എന്നതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. ഇവിടെ ഈ വിശ്വാസത്തിന്റെ മനുഷ്യൻ തന്റെ ഭാര്യയോട് ഒരു കാര്യം പറഞ്ഞു. അത് പൊതുവെ എല്ലാ സ്ത്രീകളും തന്റെ ഭർത്താവിന്റെ വാഗൊണ്ട് പറയുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ, നീ ഭയങ്കര സുന്ദരിയാണ്, പക്ഷേ ഒരല്പം സൗന്ദര്യം കൂടിപ്പോയി. നിന്നോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ നിന്റെ സഹോദരനാണ് എന്നേ പറയാവുള്ളൂ, എന്നാൽ മാത്രമേ എന്നെ കൊല്ലാതിരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അയ്യോ, ഇതെന്താ ഇങ്ങനെ പറയുന്നത് എന്ന് നമുക്ക് തോന്നാം. പക്ഷേ അബ്രഹാമിന് തെറ്റിയില്ല. ഈജിപ്തിലെ ഒരു ഫറവോൻ സാറയെ കണ്ടപ്പോൾ അവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു. ബൈബിൾ പറയുന്നതനുസരിച്ച് അവളെ തൊടാൻ പോലും ദൈവം അനുവദിച്ചില്ല. അവൾ കല്യാണം കഴിഞ്ഞവളാണ് എന്ന് അറിയിക്കാൻ വേണ്ടി ദൈവം ഫറവോന്റെ അടുത്തേക്ക് ബാധകൾ അയച്ചു. അത് അറിഞ്ഞപ്പോഴേക്കും അവൻ അബ്രഹാമിനെയും കുടുംബത്തെയും ഈജിപ്തിൽ നിന്ന് തന്നെ പുറത്താക്കി. അങ്ങനെ അവർ കനാനിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അവിടെയും ഒരു പ്രശ്നം ഉണ്ടായി. അബ്രഹാമിന്റെ ആടുകളും ലോത്തിന്റെ ആടുകളും പെറ്റുപെരുകാൻ തുടങ്ങി. അത് കാരണം രണ്ടുപേരുടെയും വേലക്കാർ തമ്മിൽ പ്രശ്നം ഉണ്ടാകാൻ തുടങ്ങി. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ 2 കുടുംബങ്ങൾക്കും താമസിക്കാനുള്ള വേണ്ടത്ര സ്ഥലം അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അബ്രഹാം ഒരു തീരുമാനമെടുത്തു. ഇവിടെ നിനക്ക് ഇഷ്ടമുള്ള സ്ഥലം ഏതാണോ അങ്ങോട്ടേക്ക് നീ പോയിക്കോ എന്ന് ലോത്തിനോട് പറഞ്ഞു. അങ്ങനെ ലോത്തും കുടുംബവും യോർദാന്റെ സൈഡിലേക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞു. അന്നത്തെ കാലത്ത് ഈ ദേശം ഏദെൻ തോട്ടം പോലെ നല്ല ഭയങ്കര പച്ചപ്പും നല്ല മനോഹരവുമായിരുന്നുവെന്ന് ബൈബിൾ പറയുന്നുണ്ട്. ലോത്ത് അതിനുശേഷം സോദം ഗൊമേറ എന്നറിയപ്പെടുന്ന സമ്പന്നമായ നഗരങ്ങളിൽ പോയി താമസിച്ചു. അതായത് എത്ര കാലം എന്ന് വെച്ചാൽ കൂടാരങ്ങളിൽ തന്നെ താമസിക്കുന്നത്, അല്ലെ? അതേസമയം അബ്രഹാം മമ്ര എന്ന സ്ഥലത്ത് നല്ല വലിയ മരങ്ങളൊക്കെയുള്ള സ്ഥലത്ത് കൂടാരടിച്ച് ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം പണിതു. ഒരു കൗതുകകരമായ കാര്യം, അബ്രഹാം ഉണ്ടാക്കിയ ബലിപീഠം ഇന്നും അവിടെയുണ്ട്. മുമ്പ് കനാൻ ദേശമായിരുന്ന ഈ സ്ഥലത്ത് കണ്ടെത്തിയ പുരാവസ്തു സ്ഥലം ഒന്ന് നോക്കിക്കേ. ഈ സ്ഥലം ആയിരക്കണക്കിന് വർഷങ്ങളായി മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ജൂതന്മാരും ഒരേപോലെ സംരക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണ് എന്നുള്ളത് നമുക്കറിയാലോ. ഒരു ബലിപീഠത്തിന്റെ അവശിഷ്ടങ്ങൾ അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അത് അബ്രഹാമിന്റെ കാലത്ത് നിർമ്മിച്ചതാണ് എന്ന് കണക്കാക്കപ്പെട്ടിരുന്നു. എന്നാൽ ഈ സ്ഥലം അബ്രഹാം താമസിച്ച കുടുംബമായി സന്തോഷിച്ച ഒരു സ്ഥലം മാത്രമല്ല, ദൈവം ഇറങ്ങി വന്ന് അബ്രഹാമിനോട് നേരിട്ട് സംസാരിച്ച സ്ഥലമാണത്. നമുക്കതിനെക്കുറിച്ച് വിശദമായി പിന്നീട് നോക്കാം. അബ്രഹാമും കുടുംബവും നല്ല സന്തോഷത്തോടെ സമാധാനപരമായി ഈ ഗ്രാമപ്രദേശത്ത് താമസിച്ചു. എന്നാൽ ലോത്തിന്റെ കാര്യം അത്ര സുഖകരമല്ലായിരുന്നു. കിഴക്ക് നിന്നുള്ള 4 രാജാക്കന്മാർ ഒരു കാര്യം മനസ്സിൽ തീരുമാനിച്ച് കനാൻ ദേശത്തേക്ക് വന്നു. അതാണ് കൊള്ളയടിക്കുക എന്നുള്ളത്.
നിർഭാഗ്യവശാൽ ലോത്തും കുടുംബവും ഒരുപാട് രസകരമായ നല്ല ആഡംബര സാധനങ്ങളുള്ള ഈ സ്ഥലത്താണ് താമസിച്ചിരുന്നത്. അങ്ങനെ ആ രാജാക്കന്മാർ ദേശം ആക്രമിച്ച് കൊള്ളയടിച്ചു ലോത്തിനെ പിടിച്ച് തടവുകാരനാക്കി. ഈ വാർത്ത കേട്ട അബ്രഹാമിന് ദേഷ്യം വന്നു. അതുകൊണ്ട് യുദ്ധം ചെയ്യാൻ അറിയാവുന്ന തന്റെ ദാസന്മാരെ കൊണ്ടുപോയി തന്റെ അനന്തരവനെ തിരികെ കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചെയ്തു. അബ്രഹാമും ദാസന്മാരും ഈ രാജാക്കന്മാരെ കനാനിൽ നിന്ന് ദാൻ വരെ അവരെ ആക്രമിച്ചു. അതുമാത്രമല്ല, ദമസ്കോസിന്റെ വടക്കുവശത്തുള്ള ഹോബ വരെ അവരെ പിന്തുടർന്ന് നിശേഷം തോൽപ്പിച്ചു. അവർ മോഷ്ടിച്ച എല്ലാ ആഡംബര വസ്തുക്കളും ലോത്തിനെയും കുടുംബത്തെയും തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ ലോത്തും കുടുംബവും വളരെ സുരക്ഷിതമായിട്ട് സോദമിലേക്ക് തിരിച്ചു വന്നു. അല്ലെങ്കിൽ സുരക്ഷിതരാണ് എന്നവർ ചിന്തിച്ചു. അങ്ങനെ പറയാനുള്ള കാരണം, വളരെ വേഗത്തിൽ തന്നെ ഈ ഭൂമിയിൽ ഇതുവരെ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ദാരുണമായ ഒരു സംഭവം ഉണ്ടായി. അതെന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പിന്നീട് നോക്കാം. കനാന്യ രാജാക്കന്മാർ അബ്രഹാമിന്റെ ധൈര്യത്തെയും അവരുടെ വസ്തുക്കളെ എല്ലാം തിരിച്ചു കൊണ്ടുവന്നതിനെ കണ്ട് അത്ഭുതപ്പെട്ടു. ഈ കനാന്യ രാജാക്കന്മാരുടെ ഇടയിൽ ഒരു വ്യത്യസ്തമായ രാജാവ് ഉണ്ടായിരുന്നു, ശാലേം എന്ന നഗരത്തിന്റെ രാജാവ്. ആ സ്ഥലമാണ് പിന്നീട് യെരുശലേം എന്ന് പേരായത്. ഈ രാജാവിന്റെ പേര് മെൽക്കിസദേക്ക് എന്നാണ്. അദ്ദേഹം മുഴുവൻ ബൈബിളിലും വെച്ച് ഏറ്റവും നിഗൂഢമായ വ്യക്തിയാണ്. ഈ രാജാവിന്റെ അതുല്യമായ വ്യക്തിത്വം നോക്കുന്നതിന് മുമ്പ് മെൽക്കിസദേക്ക് അബ്രഹാമിനോട് എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്ന് പരമോന്നതനായ ദൈവം വാഴ്ത്തപ്പെടട്ടെ. എണ്ണത്തിൽ വളരെ കുറച്ചു മാത്രം ഉണ്ടായിരുന്ന, അതും സ്വന്തം ദാസന്മാരെ കൊണ്ട് അബ്രഹാമിന് ഈ 4 വലിയ രാജാക്കന്മാരെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞത് എങ്ങനെയെന്ന് ഈ വാക്യം എടുത്തു കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സമയം വരെ അബ്രഹാം തന്റെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണത്തെ നേരിട്ടിട്ടില്ല എന്നതാണ് സത്യം. മൽക്കിസദേക്ക് രാജാവ് ഭരിക്കുന്ന അതേ നഗരത്തിന്റെ അടുത്ത് വെച്ചാണ് ഇത് സംഭവിക്കാൻ പോകുന്നത് എന്നതാണ് കൗതുകകരം. ആ നഗരത്തിൽ തന്നെ വെച്ച് ഇത് സംഭവിക്കാനുള്ള കാരണം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. എന്നാൽ അതിനു മുമ്പ് ഈ നിഗൂഢ മനുഷ്യനെ കുറിച്ച് നോക്കാം. പല ദൈവങ്ങളെ ആരാധിക്കുന്ന കനാനിലെ മറ്റ് രാജാക്കളെ പോലെ അല്ല ഈ മൽക്കിസദേക്ക്. അവൻ ഏകസത്യ ദൈവത്തിന്റെ പുരോഹിതനാണ്. ദൈവവും മനുഷ്യരും തമ്മിൽ മധ്യസ്ഥത വഹിക്കുന്ന ആളാണ് പുരോഹിതൻ എന്ന് പറയുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അബ്രഹാം മൽക്കിസദേക്കിന് അവന്റെ കയ്യിൽ അപ്പോൾ ഉണ്ടായിരുന്ന കാര്യങ്ങളുടെ 10 കൊടുത്തു എന്നതാണ്. അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണ്? എബ്രായരുടെ പുസ്തകത്തിലുള്ള ഈ ഒരു വാക്യം ഒന്ന് നോക്കിക്കേ. മൽക്കിസദേക്കിന് തുല്യനായ മറ്റൊരു പുരോഹിതൻ വന്നാൽ ഞങ്ങൾ പറയുന്ന ഇക്കാര്യം അധികം വ്യക്തമാകും. അദ്ദേഹം പുരോഹിതനായി തീർന്നത് തന്റെ കുടുംബ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് അനശ്വരമായ ജീവന്റെ ശക്തി തന്നിലുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ബൈബിൾ പറയുന്നത് ഈ നിഗൂഢ മനുഷ്യൻ ആരാധനയ്ക്ക് യോഗ്യനായ രാജാവും പുരോഹിതനായ യേശുക്രിസ്തുവിന്റെ പ്രതിനിധി എന്നാണ്. ചില പണ്ഡിതന്മാർ വാദിക്കുന്നത് മൽക്കിസദേക്ക് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ആദ്യകാല പ്രത്യക്ഷതയാണ് എന്നാണ്. യുദ്ധത്തിൽ ജയിച്ചതിനു ശേഷം ഈ മഹാനായ രാജാവിൽ നിന്ന് അനുഗ്രഹം കിട്ടിയതിനു ശേഷം അബ്രഹാം മമ്രയിലേക്ക് തിരിച്ചുപോയി. എന്നാൽ വീട്ടിൽ പോകുന്ന വഴിക്ക് വർഷങ്ങളായിട്ട് തന്റെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരുന്ന ഒരു കാര്യം ഓർമ്മ വന്ന് അവൻ വിഷമിച്ചു. പെട്ടെന്ന് ദൈവം അബ്രഹാമിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, അബ്രാമേ, ഭയപ്പെടണ്ട, ഞാൻ നിന്റെ പരിചയമാണ്, നിന്റെ പ്രതിഫലം ഭയങ്കര വലുതായിരിക്കും എന്ന്. പക്ഷേ അബ്രഹാം തിരിച്ചു പറഞ്ഞു, ശരി ആയിക്കോട്ടെ, പക്ഷേ ഈ പ്രതിഫലങ്ങളൊക്കെ ഞാൻ മരിച്ചു കഴിഞ്ഞ് ആർക്ക് പോകും? എൻ്റെ ഭാര്യ സാറയ്ക്ക് ഇതുവരെ കുട്ടികൾ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. ഇതിന് ദൈവം അബ്രഹാമിനോട് പറഞ്ഞത് കേട്ട് അവൻ ഞെട്ടി. ആകാശത്തേക്ക് നോക്കാനായിട്ട് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീ ഈ കാണുന്ന നക്ഷത്രങ്ങളെക്കാൾ കൂടുതൽ സന്തതി നിനക്കുണ്ടാകും എന്ന്. പക്ഷെ ദൈവം ഒരു വാഗ്ദത്തം മാത്രമല്ല കൊടുത്തത്. ഈ പറയുന്ന അടുത്ത വാഗ്ദത്തം കേൾക്കുമ്പോൾ മനസ്സിലാകും ദൈവം ഈ കാര്യത്തിന് എത്രത്തോളം പ്രാധാന്യം കൊടുത്തു എന്നത്. ഒരു പ്രധാനപ്പെട്ട വാക്ക് ആർക്കെങ്കിലും കൊടുക്കുന്ന സമയത്ത് അന്നത്തെ ആ സംസ്കാരത്തിലുള്ള ആചാരം അനുസരിച്ച് അവൻ ഒന്നിൽ കൂടുതൽ മൃഗങ്ങളെ പകുതിയായി മുറിച്ച് നിലത്ത് വെച്ചു. ദൈവം തന്നെ അതിന് കടന്നു. അങ്ങനെ തന്റെ നാമത്തിൽ ദൈവം സത്യം ചെയ്തു. അതിനുശേഷം അബ്രഹാം ഉറങ്ങുന്ന സമയത്ത് ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ആ കാര്യങ്ങൾ കാണിച്ചു കൊടുത്തു. അബ്രഹാമിന്റെ സന്തതി 400 വർഷത്തേക്ക് ഒരു വിദേശ രാജ്യത്തിൽ അടിമകളായിരിക്കും. എന്നാൽ ദൈവം ആ രാജ്യത്തെ ശിക്ഷിച്ച് അബ്രഹാമിന്റെ സന്തതിയെ കാനാൻ ദേശത്തേക്ക് തിരിച്ചു കൊണ്ടുവരും. എന്നിട്ട് ദൈവം ഏറ്റവും വലിയൊരു വാഗ്ദത്തം കൊടുത്തു. ഈജിപ്തിലെ നൈൽ നദി മുതൽ യൂഫ്രട്ടീസ് നദി വരെയുള്ള എല്ലാ സ്ഥലവും അബ്രഹാമിന്റെ സന്തതിക്ക് അവകാശമായിട്ട് കൊടുക്കും എന്നുള്ളത്. അബ്രഹാമിന് ഇത്ര വലിയ വാഗ്ദത്തമൊക്കെ കിട്ടിയത് കൊണ്ട് അവൻ സന്തോഷം കൊണ്ട് തന്റെ ഭാര്യയായ സാറയോട് പറഞ്ഞിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് കാരണമാണ് അവൾ എങ്ങനെയെങ്കിലും മക്കളുണ്ടായാൽ മതി എന്നൊരാശയം ചിന്തിച്ചത്. അവൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായില്ല. അത് കാരണം അവളുടെ ദാസി ഹാഗർ വഴി ഒരു കുട്ടി ഉണ്ടാക്കാൻ തയ്യാറാണോ എന്ന് അവൾ അബ്രഹാമിനോട് ചോദിച്ചു. ഹാഗറിൽ ഒരു കുഞ്ഞ് അബ്രഹാമിലൂടെ വന്നാൽ നല്ലതല്ലേ എന്ന് അവൾ വിചാരിച്ചു. നല്ല ബെസ്റ്റ് ഐഡിയ ആയിരുന്നു അത്. അങ്ങനെ ഹാഗാറിന് മകൻ ജനിച്ചു. അവന് ഇസ്മായിൽ എന്ന് പേരിട്ടു. എന്നാൽ സ്നേഹത്തിന് പകരം ഭയങ്കര അസൂയ ഉണ്ടായി. സത്യം പറഞ്ഞാൽ ഇത് ദൈവത്തിന്റെ ഐഡിയ അല്ലായിരുന്നു. സാറയ്ക്ക് ആ സമയത്ത് 90 വയസ്സുണ്ടായിരുന്നു. എങ്കിലും ഒരു മകൻ ജനിക്കുമെന്ന് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു. ഈ പ്രശ്നം ഉണ്ടായ സമയത്താണ് അബ്രാമിന്റെ പേര് അബ്രഹാം എന്നാക്കി മാറ്റിയത്. അതിന്റെ അർത്ഥം രാഷ്ട്രങ്ങളുടെ പിതാവ് എന്നാണ്. സാറയുടെ പേര് രാജകുമാരി എന്നർത്ഥമുള്ള സാറ എന്നാക്കി മാറ്റി.
ഈ വാഗ്ദത്ത മകൻ ജനിക്കുന്നതിന് മുമ്പ് ഒരു ഞെട്ടിക്കുന്ന കാര്യമുണ്ടായി. ലോത്തും കുടുംബവും നല്ല ആഡംബരമായ ഒരു നഗരത്തിൽ, അതായത് സോദമിലാണല്ലോ താമസിക്കുന്നത്. ഒരു പർദീസ പോലെയായിരുന്ന സ്ഥലത്ത് കാര്യങ്ങൾ ഭയങ്കര വഷളാകാൻ തുടങ്ങി. 3 പുരുഷന്മാർ അബ്രഹാമിനെ മമ്രയിലെ വീട്ടിൽ വെച്ച് കണ്ടതിന് ശേഷമാണ് ഇതെല്ലാം ആരംഭിക്കുന്നത്. അവർ സത്യത്തിൽ മനുഷ്യരല്ല, അതിൽ 2 പേർ ദൂതന്മാരാണ്. അതിൽ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അതിലൊരാൾ ദൈവം തന്നെയായിരുന്നു. പുറത്ത് അവർക്ക് മനുഷ്യരുടെ രൂപമാണ്, എന്നാൽ അബ്രഹാമിന് അവരെ നന്നായിട്ട് അറിയായിരുന്നു. അവൻ ദൈവത്തെ കണ്ട് വണങ്ങി അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയി നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുത്തു. അവരത് കഴിച്ചു. അവർ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം സാറയ്ക്കൊരു മകൻ ജനിക്കുമെന്ന് ദൈവം പിന്നെയും ഒരു വാക്ക് കൊടുത്തു. എന്നിട്ട് 2 ദൂതന്മാർ കഴിച്ചു കഴിഞ്ഞിട്ട് സോദമിലേക്ക് പോയി. ആഹാ, ലോത്തും ഈ ദൂതന്മാരെ കാണുമല്ലോ എന്ന് വിചാരിച്ച് അബ്രഹാം സന്തോഷിച്ചു. പക്ഷെ ദൈവം അബ്രഹാമിനോട് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അവൻ ഞെട്ടി. സോദമിലുള്ള എല്ലാവരും ഒരുപാട് ആളുകളെ വേദനിപ്പിച്ചിട്ടുണ്ട്. ആ ദുഷ്ടനഗരം നശിപ്പിക്കണം, അതല്ലാതെ വേറെ ഒരു വഴിയുമില്ല എന്ന് പറഞ്ഞു. അബ്രഹാമിന് ലോത്തിനോട് സ്നേഹം ഉണ്ടായിരുന്നത് കൊണ്ട് അബ്രഹാം ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ സോദോമിൽ 10 നല്ല മനുഷ്യരുണ്ടെങ്കിൽ ആ നഗരം നശിപ്പിക്കില്ല എന്ന് ദൈവം സമ്മതിച്ചു. അതേസമയം ലോത്തിന്റെ വീടിന് ചുറ്റും സോദോം ആളുകൾ തടിച്ചുകൂടാൻ തുടങ്ങി. ലോത്തിന്റെ വീട്ടിൽ വന്ന ദൂതന്മാരെ ഉപദ്രവിക്കാൻ വേണ്ടി അവർ പ്ലാൻ ചെയ്തു വന്നു. പക്ഷേ ലോത്ത് അതിന് സമ്മതിച്ചില്ല, വീടിന്റെ ഉള്ളിൽ കയറ്റിയതുമില്ല. അതിനു പകരം അവൻ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു കാര്യം പറഞ്ഞു. ആ ഭാഗം വായിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ നല്ല വിഷമമുണ്ടാകും. അതെന്താണെന്ന് പറഞ്ഞാൽ, പുറത്തു വന്നു നിന്ന് പ്രശ്നം ഉണ്ടാക്കിയവരോട് എൻ്റെ പെൺമക്കളെ തരാം, അവരെ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞു. എന്തോ സംഭവമല്ലേ? സത്യത്തിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണിത്. ദൈവത്തിന്റെ ദൂതന്മാർക്ക് ദേഷ്യം വന്നു. അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തിന് ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ അന്ധത പിടിപ്പിച്ചു. അങ്ങനെ ലോത്തിനെയും കുടുംബത്തെയും നഗരത്തിന് പുറത്താക്കി. കാരണം ദൈവം ആ സമയമായപ്പോഴേക്കും അവിടെ എത്തിയിരുന്നു. ദൈവത്തിന് സോദോം നഗരത്തെയും തൊട്ടടുത്ത ഗൊമോര ദേശത്തിന്റെയും പ്രവൃത്തികൾ ഇഷ്ടമല്ലായിരുന്നു. ലോത്തിനെയും കുടുംബത്തെയും ഒരു മലയിലേക്ക് ഓടിപ്പോകാൻ പറഞ്ഞു. ഒരു കാരണവശാലും തിരിഞ്ഞു നോക്കരുത് എന്ന് എടുത്തു പറഞ്ഞു. ദൈവത്തിന്റെ ന്യായവിധി അവിടെ വന്നതിന് ശേഷം ആരും ഇതുവരെ ആ ദേശങ്ങളിൽ താമസിച്ചിട്ടില്ല. മാത്രമല്ല, ദൂതന്മാർ തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞിട്ടും തിരിഞ്ഞു നോക്കിയതുകൊണ്ട് ലോത്തിന്റെ ഭാര്യ ഉപ്പുതൂണായി മാറി. നമ്മെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, എക്സ്പെഡീഷൻ ബൈബിളിലെ പുരാവസ്തു ഗവേഷകനായ ജോയൽ ക്രാമർ സോദോം ഗൊമോറ എവിടെയായിരുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ പുരാതന നഗരത്തിൽ നിന്ന് ഒരുപാട് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. അബ്രഹാമിന്റെ കാലത്തുണ്ടായ ആ സൾഫർ ഗോളങ്ങൾ കണ്ടുപിടിച്ചു. ബൈബിളിലെ ഗന്ധകം എന്ന വാക്ക് കത്തുന്ന സൾഫറിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് എവിടെ നിന്നാണ് വന്നതെന്ന് ആർക്കും അറിയില്ല. പക്ഷേ അത് നന്നായിട്ട് കത്തുന്ന ഒരു സാധനമാണ്. ആ പുരാതന നഗരത്തിന്റെ നാശത്തിന് കാരണം ഈ അഗ്നിഗോളങ്ങളാണ് എന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നുണ്ട്. കുറേ വർഷങ്ങൾക്ക് ശേഷം സാറ ഒരു മകനെ പ്രസവിച്ചു. അവൾക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാനോ നിൽക്കാനോ പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞ് അബ്രഹാം എന്താണ് നേരിടാൻ പോകുന്നത് എന്ന് ആർക്കും അറിയില്ലായിരുന്നു. വിശ്വാസത്തിന്റെ പരീക്ഷണമാണത്. തന്റെ ജന്മനാടായ ഊരിൽ നിന്ന് യാത്ര തുടങ്ങാനോ കുറച്ചു ദാസന്മാരെ കൊണ്ട് 4 രാജാക്കന്മാരെ തോൽപ്പിക്കാനോ ആവശ്യമായിരുന്നതിനേക്കാൾ കൂടുതൽ വിശ്വാസം ഇതിന് ആവശ്യമായിട്ട് വരും. ദൈവം അബ്രഹാമിനോട് അവൻ ഒരുപാട് സ്നേഹിക്കുന്ന മകനായ ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ടുപോയി ദൈവത്തിനൊരു ഹോമയാഗമായി അർപ്പിക്കാൻ പറഞ്ഞു. ഇത് കേട്ടിട്ട് അപ്പന്റെ സ്ഥാനത്ത് നിന്ന് അവൻ എന്തൊക്കെ ചിന്തിച്ചു കാണുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പൊതുവെ കനാന്യ ദൈവങ്ങളാണ് ഇങ്ങനെ കുഞ്ഞുങ്ങളെയൊക്കെ ബലിയർപ്പിക്കാനായിട്ട് പറയുന്നത്. പക്ഷേ എൻ്റെ ദൈവം തികച്ച് വ്യത്യസ്തനാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നിട്ടും ഈ മകനിൽ നിന്ന് വാഗ്ദത്ത സന്തതി ഉണ്ടാകും എന്നാണല്ലോ പറഞ്ഞത് എന്നൊക്കെ ചിന്തിച്ചു. രസകരമായ കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ദൈവം പറഞ്ഞ വാഗ്ദത്തം മാറില്ല എന്ന് അബ്രഹാമിന് അറിയായിരുന്നു. ഇനി ഇതിപ്പോൾ ഒരു വലിയ ജാതിയാക്കുമെന്ന് പറഞ്ഞ മകനെ ബലിയർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് ആ മകനെ ഉയർപ്പിക്കാനും കഴിയുമെന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ അബ്രഹാം ഇസഹാക്കിനെ ദൈവം പറഞ്ഞ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അത് മെൽക്കിസദേക്ക് രാജാവ് ഭരിച്ചിരുന്ന ഷാലേം നഗരത്തിന് അടുത്തുള്ള ഒരു മലയാണ്. അതാണ് മോറിയ മല. ഇവിടെയാണ് അബ്രഹാം ഒരു യാഗപീഠം പണിതതും ബലിയായിട്ട് അവന്റെ പ്രിയപ്പെട്ട മകൻ ഇസഹാക്ക് അതിൽ മനസ്സോടെ കിടന്നതും. എന്നാൽ അബ്രഹാം മകനെ യാഗം അർപ്പിക്കാൻ പോയ സമയത്ത് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അവനെ തടഞ്ഞു. ഇസഹാക്കിനെ ബലിയർപ്പിക്കേണ്ട, കുറ്റിക്കാറ്റിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു ആട്ടിൻകൊറ്റനെ ബലിയർപ്പിക്കാൻ ദൈവം അബ്രഹാമിന്റെ അടുത്ത് പറഞ്ഞു. ആ സമയത്ത് ദൂതൻ വർഷങ്ങൾക്ക് മുമ്പ് ഊരിൽ വെച്ച് ദൈവം അവനോട് പറഞ്ഞ വാഗ്ദത്തത്തെക്കുറിച്ച് അബ്രഹാമിനെ ഓർമ്മിപ്പിച്ചു. അബ്രഹാമിന്റെ സന്തതിയിലൂടെ ഈ ലോകം അനുഗ്രഹിക്കപ്പെടും. 2000 വർഷങ്ങൾക്ക് ശേഷം അബ്രഹാമിന്റെ വലിയ 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 കൊച്ചുമോനായിട്ട് ജനിച്ചത് ആരാണ് എന്ന് ഊഹിക്കാൻ പറ്റുമോ? എന്നാൽ അതിലും അത്ഭുതകരമായൊരു കാര്യം, ഇസഹാക്ക് സ്വമേധയാ ജീവൻ കൊടുക്കാനായിട്ട് തയ്യാറായ അതേ മലയിൽ വെച്ചാണ് യേശുക്രിസ്തു എന്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടി സ്വമേധയാ ജീവൻ കൊടുത്തത്. അങ്ങനെ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപത്തിൽ നിന്ന് രക്ഷയുണ്ട്. അതിനുശേഷം അബ്രഹാം മരിച്ചു, ഹെബ്രോണിൽ സാറയുടെ കൂടെ അടക്കി. ഈ അബ്രഹാമിന്റെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ദൈവം പറഞ്ഞ വാക്കിൽ വിശ്വസിച്ച് എങ്ങനെ അതിനുവേണ്ടി സ്റ്റെപ്പ് എടുക്കാം എന്നുള്ളതും, ദൈവത്തെ അന്ധമായിട്ട് വിശ്വസിച്ചാൽ എങ്ങനെ നമുക്ക് വേണ്ടി ദൈവം നിൽക്കുമെന്നത് നമുക്ക് അബ്രഹാമിന്റെ ജീവിതത്തിലൂടെ മനസ്സിലാകും.
ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.